കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമാണ്. തെരഞ്ഞെടുപ്പ് വിജയ ആഘോഷ പ്രകടനത്തിനിടെ വലിയ സംഘർഷമാണ്. SFI വലിയ വിജയം ഇന്നലെ കേരള സർവകലാശാലയിൽ അവരുടെ ആധിപത്യം നിലനിർത്തി. അതിനുശേഷം നടന്ന ആഹ്ലാദ പ്രകടനത്തിന് ഇടയിലാണ് വലിയ സംഘർഷമുണ്ടായത്. KSU പ്രവർത്തകർ ഈ ആഹ്ലാദ പ്രകടനത്തെ ആക്രമിച്ചു എന്നാണ് SFIയുടെ നിലപാട്. എന്നാൽ SFI മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കിയെന്ന ആരോപണമാണ് KSUവും പോലീസിന്റെ FIRും ഒക്കെ ആ രീതിയിലാണ് ആരോപിക്കുന്നത്. ഏതായാലും വലിയ സംഘർഷമുണ്ടായി. നിരവധി പ്രവർത്തകർക്ക് പരിക്കുപറ്റി. SFIയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഇന്നലെ ശരിക്കും സംഭവിച്ചത്? ഇന്നലെ ഞങ്ങളുടെ പ്രകടനം സെക്രട്ടേറിയറ്റ് ഭാഗത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ ആ പ്രകടനത്തിന് നേരിട്ട് KSU കല്ലെറിഞ്ഞു. എവിടെ വെച്ചാണ്? കൃത്യം പാളയം ജുമാ മസ്ജിദിന്റെ നേരെ മുന്നിൽ വെച്ചാണ്. അവരും പ്രകടനം നടത്തുന്നുണ്ടായിരുന്നു. പ്രകടനം അവസാനിക്കുന്ന ഘട്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ റോഡിൽ നിന്ന് ഞങ്ങൾ ഇപ്പുറത്തെ റോഡിലേക്ക് നേരെ അങ്ങോട്ടേക്ക് കോട്ടയം ഭാഗത്തേക്കുള്ള റോഡിലേക്ക് ഞങ്ങൾ ഓപ്പോസിറ്റ് കയറി. അവിടെ കൃത്യമായി പോലീസിനെയും ഞങ്ങൾ പ്രവർത്തകരും ഒക്കെ ഞങ്ങൾ അവിടെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ ഇടപെട്ടു. പക്ഷേ ഉടനെ അവിടെ നിന്ന് കല്ലേറ് തുടങ്ങുകയായിരുന്നു. കല്ലേറ് തുടങ്ങിയതോടുകൂടി സ്ഥിതി നിയന്ത്രണ വിധേയമല്ലാതായി. ശക്തമായിട്ട് പോലീസ് ഇടപെടാൻ തുടങ്ങി. പോലീസ് ഇടപെടുന്നതോടുകൂടി SFI പ്രവർത്തകരെ ആക്രമിക്കാനായിരുന്നു അവരുടെ തുടക്കം. അതോടൊപ്പം കല്ലേറ് ഒരുമിച്ച് വന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ അത് ഇന്നലെ വിഷ്വൽ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എൻ്റെ അടുത്ത് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ കൈ, അതോടൊപ്പം തന്നെ ബാലസംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന്റെ കൈ, നമ്മൾ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥി മനേഷ് SFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. രണ്ട് കൈയും തല്ലിയൊടിച്ചിരിക്കുകയാണ്. അപ്പോൾ കൈകാലുകൾ തല്ലിയൊടിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനു പുറമെ ഞങ്ങൾക്കെതിരെ 5 റൗണ്ട് ടിയർ ഗ്യാസാണ് ഉപയോഗിച്ചത്. അതിനു പുറമെ വശത്തേക്കായിരുന്നു. അതെ, മറ്റൊരു വശത്തേക്കും ഇല്ല. ആ ജലബീരങ്കിയും പോലീസും ഫേസ് ചെയ്തിരുന്നത് ഒരേ ഒരു മുഖത്തേക്കാണ്. അത് SFIയുടെ മുഖത്തേക്കായിരുന്നു. മറ്റൊരു വിധത്തിലും അപ്പുറത്ത് നടക്കുന്ന എന്നുവെച്ചാൽ പോലീസിനോടൊപ്പം തന്നെ ചേർന്നാണ് ഇവർ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആ വിഷ്വലിൽ കാണാൻ കഴിയും. ഞങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസിന്റെ FIR പറയുന്നത് SFI പ്രവർത്തകരായ പ്രതികളുടെ കല്ലേറിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മണ്ണന്തൽ SHOയ്ക്ക് പരിക്കുപറ്റി. കല്ലും കമ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് SFI പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. അവർക്ക് അങ്ങനെയല്ലേ എഴുതാൻ പറ്റും? അങ്ങനെ അല്ലാതെ അവർ എഴുതി കഴിഞ്ഞാൽ, സത്യം എഴുതി കഴിഞ്ഞാൽ അവരെ സസ്പെൻഡ് ചെയ്യും. അതല്ലേ കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മൊറയിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. 10 വർഷം ഒളിവാസത്തിന് പോയിട്ടുള്ള ഒരാളുണ്ടായിരുന്നല്ലോ, SITയുടെ ഇപ്പോൾ അയാളാണ് ഇപ്പോൾ കേരളത്തിലെ പോലീസ് ഹീറോ. അപ്പോൾ അയാൾ ഇതിനായിരുന്നു യഥാർത്ഥത്തിൽ പോയത്. ഈ കേരളത്തിലെ ഇടതുപക്ഷത്തെ വേട്ടയാടിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിരുന്നു ഉമ്മൻചാണ്ടി കാലത്ത്. ആ ഘട്ടത്തിൽ തന്നെ ഒളിച്ചോടുകയായിരുന്നു പിന്നീട് ചെയ്തത്. 10 വർഷത്തിന് ശേഷം ഇന്നിപ്പോൾ വന്നിറങ്ങിയത് എന്തിനാണ്? പോലീസിന്റെ മുറയിൽ നഷ്ടപ്പെടുത്തിയതാണ്. അതേ സമാനമായ സ്ഥിതിയാണ്. KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്താൽ നിങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടും. ഇപ്പോൾ പോലീസിന് കേസെടുക്കാൻ കഴിയുമോ? നിങ്ങൾ ചിന്തിക്കൂ. ഇയാൾ കൊടുക്കുന്നു. SFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞങ്ങളെ മുന്നിൽ നിർത്തിയാണ്. ഞങ്ങൾ SFI സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരെ മർദ്ദിക്കാൻ തയ്യാറായത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? അപ്പോൾ ആ നിലയിൽ അവർക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. ആ നിലയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ശക്തമായ പ്രതിഷേധം അതിനെതിരെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഒന്ന്, ഇവർക്ക് പോലീസ് ഫോഴ്സ് എന്നുള്ളത് പൂർണ്ണമായും പ്രതിപക്ഷ സ്വരങ്ങളെ അടിച്ചമർത്താനുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഏത് KSU സമരമാണ്? KSU സമരം നടത്തിയോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. ഒരുപാട് അരാജക സമരങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഏത് സമരം എടുത്തോ നമുക്ക് സമരത്തെ സമരമായി തന്നെ കാണാം. അങ്ങനെ കാണുമ്പോൾ ഏത് സമരത്തിലാണ് ടിയർ ഗ്യാസ് 5 റൗണ്ട് ഉപയോഗിച്ച 10 വർഷത്തിന്റെ ഏതെങ്കിലും ഒരു ചരിത്രങ്ങൾ പറയും? കൈകാലികൾ അടിച്ചൊടിക്കപ്പെട്ട KSUയുടെ സംസ്ഥാന ഭാരവാഹികൾ കണ്ടോ? അങ്ങനെയുള്ള പശ്ചാത്തലം ഉണ്ടാവണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായോ? ആ കേരളത്തിൽ നിന്ന് ആഴ്ചകൾക്ക് ഇപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് സംഭവിച്ചത് എന്താണ്? അപ്പോൾ ഇതൊക്കെ നമുക്ക് വ്യക്തമാക്കുന്നത് അവരുടെ നയമാണ്. ആ നയം അങ്ങേയറ്റം ജനവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, വിദ്യാർത്ഥി വിരുദ്ധമാണ്. ശക്തമായി പ്രതിഷേധിക്കുന്നു. ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നത് തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കും. സംസ്ഥാന പ്രസിഡന്റും നമ്മോടൊപ്പം ചെയ്തു. അദ്ദേഹത്തിന്റെ കൈക്ക് ഗുരുതര പരിക്കുണ്ട്. ഒടിവുണ്ടെന്ന് തോന്നുന്നു. കൈ ചതവ്, ഈ ഇടത് കൈയിൽ ചതവുണ്ട്. അദ്ദേഹം കയ്യിൽ വിരലിലുമൊക്കെ ആ രീതിയിൽ ബാൻഡേഡൊക്കെ ഉണ്ട്.
രണ്ട് കൈയിലും ഏതായാലും വലിയ പോലീസ് മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്വാഭാവികമായും ദൃശ്യങ്ങൾ ഈ ഒരു എസ്എഫ്ഐയുടെ പ്രസിഡന്റിന്റെ ഈ പരിക്കിൽ തന്നെ വ്യക്തമാണ്. നേരത്തെ ഏറെയും പ്രവർത്തകർക്ക് പരിക്ക് പറ്റിയിട്ട് പോലീസുകാർക്ക് ഒരു സിയുടെ കൈയൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. എന്താണ് ശരിക്കും ആക്രമണം? നിങ്ങളുടെ സെക്രട്ടറി പറഞ്ഞുവെങ്കിലും ഞാൻ SFI സംഘടനാ രംഗത്ത് വന്ന ശേഷം നിരവധി കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായ ഒരാളാണ് ഞാൻ. നിങ്ങളിവിടെ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തക എന്ന നിലയിൽ പല യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏത് സർവകലാശാല തെരഞ്ഞെടുപ്പിലാണ് തർക്കങ്ങൾ ഉണ്ടാവാത്തത്? തർക്കങ്ങളുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവും, അതെല്ലാം ഉണ്ടാവും. ഈ 10 വർഷക്കാലം കേരളത്തിലെ പോലീസ് സ്വീകരിച്ച സമീപനം എന്താ? അതിനോട് തർക്കങ്ങളുണ്ടാവുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ, വാക്കേറ്റങ്ങളുണ്ടാവുമ്പോൾ പോലീസ് സമീപനം പാലിക്കും. രണ്ട് വശത്തെയും പ്രവർത്തകരോട് പോലീസ് സംസാരിക്കും. ആ പ്രവർത്തകരോട് സംസാരിച്ച് ആ പ്രവർത്തകരെ അവിടെ നിന്ന് സമാധാനിപ്പിച്ച് ശാന്തരാക്കി അകറ്റി പ്രശ്നസ്ഥിതി സോൾവ് ചെയ്യുക. അതാണല്ലോ പോലീസിന്റെ പണി. ക്രമസമാധാന ചുമതലയാണ് പോലീസ്. ആ ക്രമസമാധാനം പാലിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നതിന് തർക്കമുണ്ടാവുന്ന കൂട്ടർ തമ്മിൽ പ്രശ്നം പരിഹരിക്കുക. KSUക്കാരെ മർദ്ദിക്കണമെങ്കിൽ സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് 30 പേരായ KSUക്കാരെ മർദ്ദിക്കാൻ 500 പേരായി സംഘടിച്ചിരിക്കുന്ന SFIക്കാർക്ക് ഒരു പ്രയാസമില്ലല്ലോ. വലിയ കൂട്ടം ചെറിയ കൂട്ടത്തെ ആക്രമിച്ചാൽ സ്വാഭാവികമായി ചെറിയ കൂട്ടത്തിന് സംഭവിക്കുന്നത് ഊഹിക്കാവുന്നതല്ലേ? ഒരു അക്രമം ഉണ്ടായില്ലല്ലോ. ഞങ്ങൾക്ക് ആക്രമിക്കാനാണെങ്കിൽ സർവകലാശാല ആസ്ഥാനത്ത് ആക്രമിക്കായിരുന്നു, ആക്രമിച്ചില്ല. അവിടെ വെച്ച് മുദ്രാവാക്യം വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഭാവികമല്ലേ പ്രവർത്തകർ ആവേശം, അങ്ങോട്ടും ഇങ്ങോട്ടും കൂകുന്ന നിലയുണ്ടായി. അതൊക്കെ ഉണ്ടായി. എല്ലാം കഴിഞ്ഞു. SFIയുടെ പ്രകടനമായി പോയി, KSUന്റെ പ്രകടനമായി പോയി. KSU പ്രകടനം പാളയം മാർക്കറ്റിന് മുന്നിൽ അവസാനിച്ചു. ഞങ്ങൾ നേരെ സെക്രട്ടറിയേറ്റിന് മുന്നിലേക്ക് പോയി. ഞങ്ങൾ പോകുമ്പോഴാണ് അവിടെ KSUക്കാർ നിൽക്കുന്നു. ഇപ്പൊ ഞങ്ങൾ ഇപ്പുറത്തെ റോഡ് എടുത്തു. അതായത് സാധാരണഗതിയിൽ അങ്ങോട്ട് പോകുന്ന റോഡിന് വ്യത്യസ്ത ഇപ്പുറത്തെ റോഡ് എടുത്തു. ഇപ്പുറത്തെ റോഡ് എടുത്ത് പോകുമ്പോൾ പോലീസ് സ്വാഭാവികമായി KSU പ്രവർത്തക സംരക്ഷണം ഒരുക്കും. നല്ല കാര്യം. KSU പ്രവർത്തക സംരക്ഷണം ഒരുക്കാൻ പോലീസ് ഒരുക്കിക്കോട്ടെ, ഞങ്ങൾക്ക് തർക്കമില്ല. പോലീസ് സംരക്ഷണയിൽ നിന്നാണ് മാർച്ച് നടത്തിപ്പോയ SFIക്കാർക്കെതിരെ കല്ലെറിഞ്ഞത്. ആ പോലീസുകാർക്ക് തൊട്ടുപുറയിൽ നിന്ന് കല്ലെറിയുമ്പോൾ ബോധവും വിവരവും ബുദ്ധിയുള്ളവരാണല്ലോ, മനസ്സിലാക്കാമല്ലോ ആരാ കല്ലെറിയുന്നതെന്ന്. അവർ വ്യക്തമായി കാണുന്നുണ്ട് പുറകിൽ നിന്നാണ് കല്ലെറിയുന്നത്. ആ കല്ലെറിഞ്ഞ സ്വാഭാവികം റിഫ്ലക്സ് ഇപ്പുറത്തൊന്നും ഉണ്ടാവും. സ്വാഭാവികമല്ലേ? ഇങ്ങോട്ട് പ്രവർത്തകർക്കെതിരെ കല്ലെറിഞ്ഞാൽ ആ പ്രവർത്തകർ തിരിയും. നേരെ പോകുന്ന പ്രവർത്തകർക്കെതിരെ പുറകിൽ നിന്ന് കല്ലെറിഞ്ഞാൽ അവർ തിരിയാതിരിക്കും. തിരിയുന്ന പ്രവർത്തകർക്കെതിരെ ഉടനടി ലാത്തിച്ചാർജിന് ആഹ്വാനം വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജലപീരങ്കി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് KSU പ്രവർത്തകരുടെ മുന്നിലൂടെയാണ് SFI പ്രവർത്തകർക്ക് വരുന്നത്. എന്താ അവിടെ കൂടിയുന്ന KSU പ്രവർത്തകർ നേരെ ജലപീരങ്കി ചീറ്റിയാൽ വെള്ളം വരൂലേ? അപ്പോൾ ബോധപൂർവം SFIക്കാരെ മർദ്ദിക്കണം. അത് KSU വളരെ മുൻകൂട്ടി ആഭ്യന്തരമന്ത്രിയെ കൊണ്ട്, മുഖ്യമന്ത്രിയെ കൊണ്ട്, കേരളത്തിലെ തിരുവനന്തപുരത്തെ പോലീസിനെ അതിന് നേതൃത്വം കൊടുത്തവരെ നേരത്തെ മുൻകൂട്ടി ചട്ടം കെട്ടി. ഞങ്ങളൊന്നും ജയിക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് കേരളത്തിൽ സർവകലാശാല മുന്നേറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നേറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് നിർത്തിവെപ്പിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. ഈ അടി ഉച്ചയ്ക്കുണ്ടാക്കി ആ അടി കൊണ്ട് കേരളത്തിൽ സർവകലാശാല തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കാൻ അവരുടെ ആഗ്രഹം. അത് നടന്നില്ല. ഞങ്ങൾ സംയമനം പാലിച്ചു. ഞങ്ങൾ പ്രകടനം കൂടി നടത്തരുതെന്ന് പറഞ്ഞാൽ അത് വെള്ളരിക്കപ്പെടണമെന്നല്ലല്ലോ. ഞങ്ങൾ പ്രകടനം നടത്തും, ഞങ്ങൾ സമരം നടത്തും. ആ സമരത്തെ ആക്രമിച്ചാൽ സ്വാഭാവികമായ റിഫ്ലക്സ് ഉണ്ടാവും. അപ്പൊ പോലീസ് ചെയ്യേണ്ടത് എന്താ? രണ്ടു കൂട്ടരോട് ഒരേ സമീപനം സ്വീകരിക്കണം. അതിനു പകരം സമരം നടത്തുന്ന SFIക്കാരെ മാത്രം കൈകാര്യം ചെയ്യാം, പ്രകടനം നടത്തുന്ന ജയിച്ചവരെ കൈകാര്യം ചെയ്യാം, ജയിച്ചവരെ പ്രകടനം നടത്താൻ അനുവദിക്കാതിരിക്കാം എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ വെച്ചാൽ മതി. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ പ്രതിഷേധം നടത്തും, സമരം നടത്തും. പോലീസ് വെറും തരം താന്ന നിലയിൽ ഇവരുടെ ലോക്കൽ ഗുണ്ടകളായി മാറരുത്. അവരുടെ ഒരു മുറയിൽ അവർ കീപ്പ് ചെയ്യണം. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, ഒരു പോലീസുകാരാണ്, സർക്കാർ ഉദ്യോഗസ്ഥരാണ്, കഷ്ടപ്പെട്ട് പഠിച്ച് ടെസ്റ്റ് ചെയ്ത് വന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകൾ സ്വന്തം മുറയിൽ സ്വന്തം ഇട്ടിരിക്കുന്ന യൂണിഫോമിന്റെ ഡിഗ്നിറ്റി ഉണ്ട്, അത് കളയരുത്. ഈ 10 വർഷക്കാലം കേരളത്തിലെ SFIക്കാരൻ ഈ കേരളത്തിലെ പോലീസുകാരനെതിരെ ഒരു അക്രമം നടത്തിയിട്ടില്ല. ഞങ്ങൾ അക്രമം നടത്താതിരുന്നത് ഞങ്ങൾക്ക് മർദ്ദനേക്കാഞ്ഞിട്ടല്ല. നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിനകത്ത് SFI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ജയിലിനകത്ത് പോയില്ലേ? ഇടതുപക്ഷമാണ് ഭരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക പ്രിവിലേജ് കേരളത്തിലെ SFIക്കാരൻ വാങ്ങിച്ചു? ഒരു ചായ പോലും കേരളത്തിലെ പോലീസുകാരനെ SFI വാങ്ങിച്ചു കുടിക്കുകയോ അല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരാൻ കേരളത്തിലെ SFIക്കാർ പോലീസുകാരോട് പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ പോലീസുകാരുടെ പ്രിവിലേജ് ഉപയോഗിച്ച് സംഘടനാ പ്രവർത്തനമോ SFI നടത്തിയിട്ടില്ല. ഒരു പോലീസുകാരൻ പറയട്ടെ, കേരളത്തിലെ ഒരു പോലീസുകാരൻ പറയട്ടെ, ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് SFIയുടെ ഏതെങ്കിലും ഒരു നേതാവ് SFI പ്രിവിലേജ് ഉപയോഗിച്ച്, ഇടതുപക്ഷത്തിന് പ്രിവിലേജ് ഉപയോഗിച്ച് പോലീസിനെ നിയന്ത്രിക്കാൻ അവർക്ക് അവരുടെ പണിയെടുക്കും, ഞങ്ങൾ ഞങ്ങളുടെ പണിയെടുക്കുന്നു. ഇപ്പൊ എന്താ KSU ചെയ്യുന്നത്? ഇന്ന് KSU പോലീസുകാരെ കൊണ്ട് ഞങ്ങളെ തല്ലിക്കുന്നു. അപ്പോൾ കുറച്ചു പേർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. ആ SFIക്കാർക്ക് തല്ലുള്ളതാണല്ലോ. 10 വർഷമായിട്ട് കിട്ടിയില്ല, 10 വർഷമായിട്ട് കിട്ടിയില്ല എന്നുള്ളത് നിങ്ങളുടെ പഴയ ലൈബ്രറിയിൽ എടുത്ത് പരിശോധിച്ചാൽ മതി. SFI സംസ്ഥാന സെക്രട്ടറി കേരളത്തിലെ SFIയുടെ ഏറ്റവും ഉയർന്ന നേതൃത്വമാണ്. എത്ര 14 അല്ലേ? 14 ദിവസം റിമാൻഡിൽ പോയി. ഏത് കേസാ? കേരളത്തിലെ സർവകലാശാലയെ സംരക്ഷിക്കാൻ വേണ്ടി SFI പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് SFIക്കാർ ജയിലിൽ പോകണ്ട. നമ്മൾ തീരുമാനിച്ചില്ല, നമ്മൾ പോയി, പോലീസ് കേസെടുത്ത് പോയി. പോലീസ് മർദ്ദനം ഈ സംഘർഷത്തിന്റെ ഭാഗമായി ചില സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ സമരങ്ങളിൽ പോലും KSUക്കാരെ കേരളത്തിലെ പോലീസ് കൈകാര്യം ചെയ്തിട്ടുണ്ടോ? അലോഷ്യസ് സേവനെങ്കിലും മർദ്ദനേക്കേണ്ടി വന്നിട്ടുണ്ടോ? KSUവിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെങ്കിലും മർദ്ദനേക്കേണ്ടി വന്നിട്ടുണ്ടോ സമരം ചെയ്തതിന്റെ പേരിൽ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇന്ന് പോലീസുകാരെ ലോക്കൽ ഗുണ്ടകളാക്കുന്നു.
നാളെ ഇവരുടെ വീട്ടിലേക്ക് മീനും അരിയും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാലും ഈ പോലീസുകാർക്ക് പോകേണ്ടി വരില്ല എന്ന ഗതികേട് ഇവർക്ക് ഉണ്ടാവില്ല എന്ന് പോലീസുകാർക്ക് ഉറപ്പുണ്ടോ? അവിടേക്കാണ് ഇന്ന് കുഴിഞ്ഞു കൊടുത്താൽ നാളെ അതിനപ്പുറം വഴങ്ങി കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് കേരളത്തിലെ പോലീസിന് പോകേണ്ടി വരും. ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിന്ന കേരളത്തിലെ രാജ്യത്തെ ഒരു പോലീസ് സേന ഇത്രയും അതപ്പതിക്കുന്ന കാണുമ്പോൾ ശരിക്കും സങ്കടമാണ്. ഇത് പ്ലാൻഡ് ആണെന്നാണ് നിങ്ങൾ പറയുന്നത്? വെൽ പ്ലാൻഡ്. കാരണം ഇത് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പരിശ്രമം നടന്നില്ല. വൈകിട്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇതുണ്ടാക്കാൻ നോക്കി, നടന്നില്ല. സെനറ്റ് തെരഞ്ഞെടുപ്പിന്റെ കൌണ്ടിങ് എങ്ങനെ നിർത്തിവെക്കണം നോക്കി, നടന്നില്ല. അപ്പൊ ഇതൊന്നും നടക്കാതിരുന്നപ്പോഴാണ് എന്നാൽ അവസാനം ഇത് ആയിക്കോട്ടെ എന്ന് പറയുന്നത്. സഫീക്കാരെ ഏതായാലും മർദ്ദിക്കാനുള്ള ധൈര്യമൊന്നും ഇവിടുത്തെ കേസുകാരനില്ല. 10 പോലീസുകാരൻ വന്ന് നിന്നപ്പോഴാണല്ലോ നിവർന്ന് നിന്നൊരു കല്ലെടുത്തെറിയാനുള്ള ധൈര്യം കാണിച്ചത്. നല്ല കാര്യം. പോലീസുകാരുടെ ധൈര്യത്തിലെങ്കിലും അത്രയൊക്കെ ആരോഗ്യം ഉപയോഗിക്കുന്നുണ്ടല്ലോ, നല്ല കാര്യം. ആ ആരോഗ്യം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യാനും കൂടി കാണിക്കും, അതും കൂടി കാണിക്കും. ഇത് മാത്രം പോരാ. ഇത് പോലീസുകാരുടെ സംരക്ഷണം എന്തും കാണിച്ചോട്ടെ, ഇനി എന്തും തോന്നിയ ദിവസം കാണിച്ചോട്ടെ. ഞാനത് നേരത്തെ പറഞ്ഞു, എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ കണ്ടോണം, ഇനി എന്തും കാണിക്കും. അപ്പൊ അത് ആരോഗ്യവും ആവേശവും 10 വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന ഒരു കാര്യത്തിൽ സമരം ചെയ്യാനും കൂടി KSU കാണിക്കണം. നമ്മൾ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയും നമ്മൾ കാണും. KSUവിനെയും കാണും, കേരളത്തിലെ പോലീസിനെയും കാണും. ഞങ്ങൾ പോലീസിനോ KSUവിനോ അങ്ങോട്ട് ആക്രമിക്കാൻ പോകുന്നവരെ അടിവരയിട്ട് ഇപ്പോഴും ഞങ്ങൾ മൃഗീയമായി മർദ്ദിച്ച് ഞങ്ങൾ SFI സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിൽക്കുമ്പോഴും പറയുന്നത് ഞങ്ങൾ അങ്ങോട്ടൊരു പോലീസുകാരനെ ആക്രമിക്കാൻ പോവില്ല, ഒരു പോലീസുകാരനെ ആക്രമിക്കാൻ പോവില്ല. പക്ഷേ പോലീസ് തിരിച്ചറിയേണ്ടത് നീതിയുക്തമായി കാര്യങ്ങൾ ചെയ്യണം. നീതിയുക്തമായി കാര്യങ്ങൾ ചെയ്താൽ പോലീസിനൊപ്പം ഞങ്ങളുണ്ടാവും. നീതി മറന്ന് ഇട്ടിരിക്കുന്ന കാക്കി മറന്ന് രാഷ്ട്രീയമാണ് അവരെ നയിക്കുന്നതെങ്കിൽ രാഷ്ട്രീയമായി തന്നെ നേരിടും, ഒരു സംശയമാണ്. ഏത് സർക്കാർ ഒരു മധുവിധ പീരീഡ്, ഹണിമൂൺ പീരീഡ് ഉണ്ട്. പക്ഷെ അതിനൊന്നും സമയമില്ല. അതിനു മുമ്പ് തന്നെ തെരുവുകൾ ഇങ്ങനെ പ്രക്ഷോഭം കൊണ്ട് നിറയുകയാണ്. അത് എറണാകുളത്തായിക്കോട്ടെ മറ്റു വിഷയമാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ തലസ്ഥാനത്തിൽ അത് തന്നെ കാണുകയാണ്. എന്താണ് അങ്ങനെ ഒരു, നിങ്ങൾ കാണുന്നത് ഒരു സീക്വൻസ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അധികാരത്തിലെത്തിയ 5ാമത്തെ ദിവസമാണ് സാധാരണ മനുഷ്യരായ അവിടുത്തെ പരിയാരത്തുകാവിലെ മനുഷ്യർക്കെതിരെ പോലീസ് ലാത്തി പ്രയോഗിക്കുന്നു. ഈ 10 വർഷക്കാലവും കുടിയൊഴിപ്പിക്കാൻ കമ്മീഷൻ അവിടെ വന്നു. ആ കുടിയൊഴിപ്പിക്കാൻ കമ്മീഷൻ അവിടെ വരുമ്പോഴും കേരളത്തിലെ പോലീസ് വളരെ സംയമനത്തോടെ നേരിട്ടു. ശ്രീനജൻ അവിടുത്തെ മുൻ MLA ഉൾപ്പെടെ അന്ന് അഭിഭാഷക കമ്മീഷനോട് സംസാരിക്കുന്ന കയർക്കുന്ന വീഡിയോകളിലുണ്ട്. പോലീസുകാർ സംയമനം പാലിച്ചു. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സമരങ്ങൾ, രാഷ്ട്രീയ സമരങ്ങൾ പോലീസ് സംയമനം പാലിച്ചു. തീപ്പന്തം എറിഞ്ഞൊരു സമരത്തിനാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിനെതിരെ പോലീസ്, നിങ്ങളിവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, പോലീസ് ലാത്തി വീശുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ല ഈ സമരത്തിനെ പോലീസ് അങ്ങനെ ലാത്തി വീശിട്ടുള്ളത്. ഇത് അധികാരത്തിലെത്തി 7ാമത്തെ ദിവസം SFIക്കെതിരെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നു, ലാത്തി വീശട്ടെ. അപ്പോ കേരളത്തിലെ ഒരു സമരമല്ലാന്ന് ആലോചിക്കണം, വിജയാഹ്ലാദ പ്രകടനം നടത്തിയതാണ്. സമരം 2ാമത്തെ ഘട്ടമാണ്. സമരം 2ാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ സമരമാണ്. സമരത്തിന് മുമ്പായി വിജയാഹ്ലാദ പ്രകടനം നടത്തിയവർക്കെതിരെ ടിയർ ഗ്യാസും ജലപീരങ്കിയും ലാത്തിയും പ്രയോഗിക്കുന്ന പോലീസായി കേരളത്തിലെ UDFന്റെ പോലീസ്. ഇത് പോലീസ് നയമാണ്. ഈ ഒരു ആശങ്ക പലതും ഇടതുപക്ഷ നിൽക്കുന്ന ആളുകൾ തന്നെ പറയുന്നത് 10 വർഷം ഭരണത്തിന്റെ ഒരു സുഖലോലുപതയിലായിരുന്നു ഇവിടെ SFIയും DYFIയും ഒക്കെ. സമരം ചെയ്യാൻ അറിയാത്ത, മുദ്രാവാക്യം വിളിക്കാൻ പറ്റാത്ത ഈ അധികാരം കണ്ട് കൂടെ വന്ന ഒരു തലമുറയാണ് കൂടുതലായി ഇപ്പോൾ ഉള്ളത്. SFI ഒക്കെ അങ്ങനെ സമരം മറന്നു പോകും. എന്താണ് SFIയുടെ ഒരു നിലപാട്? നിങ്ങൾ ഇന്നലെ തന്നെ നോക്കിയാൽ മതി. ഈ 10 വർഷവും ഞങ്ങൾ കേരളത്തിന്റെ തെരുവോരങ്ങളാണ്. നിങ്ങളുടെ ലൈബ്രറി നോക്കിയാൽ മതി. യൂണിവേഴ്സിറ്റി വിഷയങ്ങളിൽ, വ്യത്യസ്ത കേന്ദ്ര സർക്കാർ വിഷയങ്ങളിൽ, സർക്കാരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വ്യത്യസ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സമരങ്ങൾ എല്ലാം ഈ കേരളത്തിൽ ഞങ്ങൾ തെരുവോരങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു, വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇതൊരു ഫോൾസ് നറേറ്റീവ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമുണ്ട്. ഇപ്പോൾ ഫോൾസ് നറേറ്റീവുകൾ കൊണ്ട് രാഷ്ട്രീയത്തെയും തെരഞ്ഞെടുപ്പിനെ പോലും നേരിടുന്ന വലതുപക്ഷത്തിന്റെ കാലമാണ്. പക്ഷെ നിങ്ങൾ ഇന്നലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യണം. വ്യാജരേഖ ചമച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള KSU നേതാവ് ഇന്നലെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അയാളെ പോലീസ് അഭിസംബോധന ചെയ്യുന്നത് സാർ എന്നാണ്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് വന്നിട്ടുള്ള ഈ അധികാരത്തിന്റെ ഭാഗമായി പോലീസിന് വന്നിട്ടുള്ള മാറ്റമുണ്ട്. പോലീസ് ഇനി തൊട്ട് പോലീസിന്റെ സ്റ്റേഷനും പോലീസുകാരുടെ അവസാനത്തെ തീരുമാനം പോലും ഇവിടുത്തെ മണ്ഡലം കോൺഗ്രസുകാരുടെയും KSUവിന്റെ ഏത് പ്രവർത്തകന്റെയും നിലയിലേക്ക് അവർ ഇടപെടുന്ന തരത്തിലേക്ക് മാറും എന്നുള്ള സൂചന കൂടിയാണ് ഇന്നലെ തന്നത്. കാരണം 20 പേരെ ഡിസ്പോസ് ചെയ്യാൻ ഈ പറഞ്ഞ പോലീസ് തയ്യാറാവുന്നില്ല. 100 പേരായിട്ടുള്ള SFIക്കെതിരെ നിരന്തര അക്രമം അയച്ചുവിടുകയാണ്. അതിന്റെ തൊട്ടുപുറകിൽ സ്റ്റോൺ പെല്ലറ്റിംഗ് പോലെ ഇവർ ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ പോലീസും KSUവും ഒരുമിച്ച് നിന്നാണ് ഇന്നലെ SFI ആക്രമിച്ചത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത്, കോൺഗ്രസിന്റെ സൈബർ ഗുണ്ടകൾ
അവരുതായ ഒന്ന് ഞങ്ങൾക്കെതിരെ വ്യക്തി അധിക്ഷേപങ്ങൾ ഈ പറഞ്ഞതുപോലെ സമരം ചെയ്തിട്ടില്ല, ഇനിയാണ് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നേ. ഞങ്ങൾക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടി കിട്ടും. സ്വാഭാവികമായിട്ട് സമരത്തിന് പോകുമ്പോൾ അടി കിട്ടും, ജയിലിൽ കിടക്കേണ്ടി വരും. ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഗാന്ധിജി ജയിലിൽ കിടന്നിട്ടുണ്ട്, അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. ഗാന്ധിജി നെഹ്റു ഒക്കെ ജയിലിൽ കിടന്നാണ് ഈ രാജ്യം ഉണ്ടായത്, സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്, വ്യത്യസ്ത ശിലകൾ നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി. അപ്പോൾ സമരങ്ങൾ, അതിനോടുള്ള അവിഷ്ണുത, ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഘപരിവാർ ബോധമാണ്. രാജ്യത്ത് സമരം ചെയ്യാത്ത ഒരേ ഒരു ദേശീയ പാർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് സംഘപരിവാറിനെ പറയാം. ഇന്ത്യൻ ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ല. അപ്പൊ ആ ബോധം ഇന്ന് പതുക്കെ കോൺഗ്രസിനെ ഗ്രസിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഇതിനെ കാണാൻ. അപ്പോൾ ശക്തമായിട്ടുള്ള സമരം ഞങ്ങൾ ഇതിന്റെ ഭാഗമായി പ്രതിഷേധം അതിനെതിരെ ഉയർത്തുന്നു. ഞങ്ങൾ ആദ്യ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു, നീറ്റ് സമരത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഞങ്ങളായിട്ട് ഒരു പ്രശ്നത്തിനും, ഇപ്പോൾ കേരളത്തിലെ പോലീസോ ഗവൺമെന്റോ നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതിനോടൊപ്പം നിൽക്കുന്നത് ഞങ്ങൾക്കൊരു വ്യത്യസ്ത അഭിപ്രായവുമില്ല. പക്ഷേ ഒരു കാരണവശാലും നീതിയുക്തമല്ലാത്ത നിലയിൽ ഇടപെട്ടേക്കരുത്. വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, ഇവരൊക്കെ നാളെ ഇവിടുത്തെ ഭാവിയാണ്. നിങ്ങളിപ്പോൾ PDPP കേസാണ് ഇട്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കെതിരെ, 11 പേർക്കെതിരെ. നേതൃത്വമായിട്ടുള്ള ഞങ്ങളത് സഹിക്കും. പക്ഷെ വിദ്യാർത്ഥികൾക്ക് നല്ല ഭാവിയുണ്ട്. അവർ പഠനം നടത്തി ഉന്നത പഠനത്തിലേക്ക് പോകേണ്ടതാ. എന്താ PDPP തകർന്നത് പറയണല്ലോ. തകർന്നത് എന്താ? ഞങ്ങൾ എന്താ തകർത്തത്? അതിന്റെ എന്തെങ്കിലും വിഷ്വൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ കാണിച്ചു തരും. ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ കുറ്റസമ്മതം നടത്താം. ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കാം. ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്നലെ അടിയേറ്റു വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾ മർദ്ദനമേറ്റു വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ക്ഷമിച്ച്, ഞങ്ങളുടെ ക്ഷമ അത്രയധികം ഞങ്ങൾ വിദ്യാർത്ഥികളെ പിടിച്ചു നിർത്തി ആ ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. എന്താ കാരണം? ഒരു യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയാഹ്ലാദം നടക്കുന്നതിനിടയിലേക്കാണ് ഈ ആക്ട് നടത്തിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് അധികാരം തലക്ക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് മുഴുഭ്രാന്തിലേക്ക് ഇറങ്ങും. സ്വാഭാവികമായിട്ടും ഇതിലും ക്രൂരമായി, ഇപ്പോൾ ഒരു ഉന്നതിയിലാണ് ഇടപെട്ടതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, ഇനി ക്രൂരമായി എല്ലാ വിഭാഗം ജനതയിലേക്കും ഇവർ ആക്ട് ചെയ്യും. അപ്പോൾ പറയാനുള്ളത്, കേരളത്തിന്റെ ഇടതുപക്ഷം ശക്തമായി മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളും, വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളും എന്നുള്ളതാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലും സമരത്തിലായിരുന്നു. ഈ പറഞ്ഞ ആൾക്ക് നീറ്റ് വിഷയത്തിൽ, CBSE വിഷയത്തിൽ ഞങ്ങൾ CBSE ആസ്ഥാനത്തേക്ക് മാർച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങളത് നിങ്ങളെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ നോക്കിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത്. ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഈ സൈബർ സ്പേസുകളിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്ക് നിങ്ങളെപ്പോലെ ഇത്ര അധികം പ്രൊപ്പഗണ്ട, ഫോൾസ് പ്രൊപ്പഗണ്ട ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ശരി തന്നെയാണ്. പക്ഷേ വിദ്യാർത്ഥികൾക്കിടയിൽ ഞങ്ങൾക്ക് അംഗീകാരമുണ്ട്. നീറ്റ്, നെറ്റ് പരീക്ഷ, ഈ പറഞ്ഞ വിഷയങ്ങൾ, ഈ പറഞ്ഞ യൂണിയൻ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം ഇന്ന് ഉയർത്തും. സംസ്ഥാന വ്യാപകമായി വരും ദിവസങ്ങളിലും പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ആസൂത്രിതമായ ആക്രമണം SFIക്ക് നേരെ പോലീസും KSUവും ചേർന്ന് നടത്തുകയായിരുന്നുവെന്നാണ് SFI ഭാരവാഹികൾ പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇനിയും സമരങ്ങൾ ഉണ്ടാകും, ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും SFI വ്യക്തമാക്കുന്നു. അരുൺ പാലോടിനൊപ്പം VV അരുൺ, News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.